ഒരാഴ്ചയായല്ലോ കുട്ടൻ വിളിച്ചിട്ട്. എല്ലാവർക്കും അവനോട് താല്പര്യക്കുറവുണ്ട്. പക്ഷേ അവൻ ആളൊരു പാവമാണെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. അവൻ്റെ ഈ പാവത്തിനും കാരണമാണ് ഷേർലി പോലും ഇത്രയും വായാടിയായത്. അവൾ അവൻ്റെ ജീവിതത്തിൽ വന്ന ശേഷം കുട്ടന് എന്നോട് നല്ല അകലമുണ്ട്. മാത്തം കുഞ്ഞെ ഇതാ ജ്യൂസ് കുടിച്ചാട്ടെ. ഓ ഇതെന്തുവാ എൻ്റെ മാത്തം കുഞ്ഞെ, ഇന്ന് രാവിലെ എടുത്തിട്ട ഡ്രസ്സല്ലേ, മുഴുവൻ ചെളിയായല്ലോ. പിന്നെ ഞാൻ എന്നാ ഇവിടെ ഡ്രസ്സ് ഊരിയിട്ടിട്ട് കിടക്കണമായിരുന്നോ ചെളി പിടിക്കാതിരിക്കാൻ? ഓ കുഞ്ഞ് തമാശ പറഞ്ഞായിരിക്കും അല്ലേ? ഒന്ന് ശ്രമിച്ചതാ, പാളിപ്പോയല്ലേ? ഏയ് പാളിപ്പോയിട്ടൊന്നുമില്ല, പക്ഷേ തമാശയ്ക്ക് തീരെ നിലവാരമില്ല. പഞ്ചായത്തിനെ കേൾക്കാനല്ലേ, ഈ നിലവാരമൊക്കെ മതി. പിന്നെ തമാശ കേട്ടോണ്ടിരിക്കാനൊന്നും നേരമില്ല, ബാങ്കിൽ പോകണം. ഈ മാസത്തെ വീതം അയച്ചു കൊടുക്കണ്ടേ? കുഞ്ഞെ പറയുന്നുണ്ടെന്ന് തോന്നല്ലേ, കോരക്കുഞ്ഞിനും കെട്ടിയവർക്കും ജോലിയില്ലേ? തന്നെയല്ല, ഷേർലി കുഞ്ഞാണെങ്കിൽ ഒറ്റ മോള. സ്വത്തും ഇഷ്ടം പോലെ ഉണ്ടല്ലോ. പിന്നെ ഇവിടെ റബ്ബറിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനത്തിൻ്റെ ഒരു വിഹിതം അവർക്കെന്തിനാ? എൻ്റെ മനസ്സിൽ സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും അവൾ വന്ന ശേഷം അവൻ ഒരുപാട് മാറ്റമുണ്ട്. ജീവിക്കുന്ന അവളുടെ കൂടെയല്ലേ. പ്രേമിച്ച് കല്യാണം കഴിച്ചതായതുകൊണ്ട് അവളുടെ അഭിപ്രായത്തിന് പവർ കൂടും. സ്വത്തും മുതലും ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. മരിച്ചാൽ കൂട്ടിവെച്ചതൊന്നും കൂടെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. കണ്ണീരിട്ട് വീണ കൂടപ്പുറപ്പിനുള്ള അവൻ്റെ ഈ അവഗണനാ മനോഭാവം, അതാ എന്നെ വേദനിപ്പിക്കുന്നത്. എല്ലാം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കുഞ്ഞെ. കാശുകൊണ്ട് സ്നേഹം വാങ്ങാൻ കഴിയില്ല എന്നറിയാം. എന്നാലും പറയുക, പൊന്നപ്പ ചേട്ടന് എന്നും എൻ്റെ കൂടെ നിന്നുകൂടെ? ഞാൻ ശമ്പളം കൂട്ടിത്തരാം. കുഞ്ഞെ, ഇവിടുന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് 14 വർഷം എൻ്റെ വീട് കഴിഞ്ഞത്. കടപ്പാടൊന്നും ഞാൻ പറയില്ല, എൻ്റെ ജോലിയാണ് ഞാൻ ചെയ്തത്. പക്ഷേ നിങ്ങൾ ചേട്ടനോടും അനിയനോടും കുഞ്ഞു മുമ്പേ പറഞ്ഞ സ്നേഹമെന്നുള്ള ഒറ്റ കാര്യം എൻ്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് ഇന്നും ഇവിടെ നിൽക്കുന്നത്. ഞാനങ്ങോട്ട് ചെല്ലട്ടെ കുഞ്ഞ്? ഹലോ ഹലോ ചേട്ടാ. ഹലോ ഡേ, കേൾക്കാം. മോളെന്ത് ചേടി, അവിടെ പനി കുറഞ്ഞോ? പനി കുറവുണ്ട്. അവളുടെ തലയിൽ വേർപ്പ് താണാ പിന്നെ പനിയാ. അതെങ്ങനെ? ആടിനെയും തീറ്റിച്ചുകൊണ്ട് വെയിലത്തൂടെയുള്ള നടപ്പല്ലേ. നിനക്കെന്നാ വെയിൽ കഴിയുമ്പോൾ കുറച്ച് തീറ്റ പിടിച്ചു കൊടുത്തൂടെ? നമ്മൾ കൊടുക്കുന്ന തീറ്റയൊന്നും തിന്നത്തില്ലെന്നേ. അതെങ്ങനെ കടിച്ചു പറിച്ച് നടക്കണം. പൊന്നപ്പൻ ചേട്ടാ, എന്നാ കുഞ്ഞേ? ഡീ, മാത്തക്കുഞ്ഞി വിളിക്കുന്നു, നീ ഫോൺ വെച്ചോ, ഞാൻ പിന്നെ വിളിച്ചോളാം. ശരി ഏട്ടാ.
കുഞ്ഞേ, ഇതാ ഏത്തയ്ക്ക പുഴുങ്ങിയത് കഴിച്ചാട്ടെ. അതെന്തിനാ? പനമ്പച്ചൻ്റെ അടുത്ത് തരുമല്ലോ. ഇതാർക്കാ? പനമ്പച്ചനാണോ? ഓ, ഞാൻ പിന്നെ കഴിച്ചോളാമെന്ന് പറഞ്ഞതല്ലേ കുഞ്ഞ്. കുഞ്ഞ് കഴിച്ചോട്ടെ. അതൊക്കെ ചായ കുടിക്കണേ. കഴിഞ്ഞു. പൊന്നമ്മച്ചേട്ടനകത്തോട്ട് ചെല്ലട്ടെ. ഹലോ. കുഞ്ഞേ, ഞാനേ അടുക്കളയിലായിരുന്നേ. ഫോൺ മുറി കുത്തിയിട്ടിരിക്കുന്നു, അതുകൊണ്ടാണ് കേൾക്കാഞ്ഞ്. ഇച്ചായ മുറിയിലില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. അതെങ്ങനെയാന്ന് പറ. ചെവിക്കകത്താ കുന്നാടം വെച്ചുകൊണ്ട് പാട്ട് കേട്ടോണ്ടിരിപ്പല്ലേ, അതാ കുഞ്ഞാ കേൾക്കാഞ്ഞ്. നിങ്ങൾ രണ്ടുപേരും വല്ലതും കഴിച്ചോ? അത്താഴത്തിന് കഞ്ഞി മതിയെന്ന് പറഞ്ഞു. ഞാനത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. കൊടുക്കാം. ഇപ്പം കൊടുക്കാം. കുഞ്ഞേ കോരക്കുഞ്ഞ, ഫോൺ പിടി. എന്നാ മോനെ? ഇച്ചായ, ആ പൊന്നപ്പൻ ഉഴപ്പാണോ? ഇച്ചായൻ്റെ കാര്യങ്ങൾ നന്നായി നോക്കുന്നില്ല? ഒരു കുഴപ്പമില്ലടാ, നീ ധൈര്യമായിട്ടിരിക്കുക. നീ എന്നെ ഒന്ന് വന്ന് കണ്ടിട്ട് എത്ര നാളായിടാ. അത് ഓർക്കുമ്പോൾ മാത്രമാണ് എനിക്ക് ഭയങ്കര വിഷമം. കുഞ്ഞാ ചെരുപ്പ് അവിടെ വരികയാണേ. പതുക്കെ സൂക്ഷിച്ച്. തന്നലുണ്ടേ. പതുക്കെ. കയ്യെ പിടിച്ചിട്ടുണ്ട്. ധൈര്യമായിട്ട് പോരെ. ഓ, നല്ല തണുപ്പ്. പതുക്കെ സൂക്ഷിച്ച്. പതുക്കെ. പിടിച്ചിട്ടുണ്ട്. പതുക്കെ ഇരുന്നു. അങ്ങനെ
32 വയസ്സ് വരെ ഞാൻ നീന്തി നടന്ന ആറായത്. എൻ്റെ പൊന്നു കുഞ്ഞിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന കാര്യം കോരക്കുഞ്ഞിനോടൊന്നും പറഞ്ഞേക്കില്ലേ? ഇല്ല ചേട്ടായി, ഞാൻ അവരോട് പറയില്ല. മറിയാമ്മ ചേർത്തിയോ? ഇന്നത്തെ വരവ് ഏതായാലും കിളക്കും. വർത്താനം പറഞ്ഞിരിക്കാൻ ഒരാളെ കൂടെ കിട്ടിയല്ലോ. നീ ഇവനെയും കൊണ്ട് ഇങ്ങോട്ട് പോരുന്നത് ഞാൻ കണ്ടായിരുന്നു. അതാ ഞാൻ പുറകെ ഇങ്ങോട്ട് വെച്ച് പിടിച്ചു പോകുന്നത്. ചേട്ടത്തിക്ക് പഴയ സ്നേഹമൊന്നുമില്ല. ഒന്ന് പോടാവൂവേ. നിന്റെ ഇളയതിനെയും ഞാൻ കരുതിയത് പോലെ ഈ നാട്ടിൽ വേറെ ആരേലും കരുതിയിട്ടുള്ളോടാ? ഓ, ചേട്ടത്തിയുടെ വർത്താനം കേട്ടോണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. അതല്ലേ ചേട്ടത്തിയെ ഞാൻ വെറുതെ ഇങ്ങനെ ചൊടിപ്പിച്ചോണ്ടിരിക്കുന്നു. എടാ പൊന്നപ്പാ, കഴിക്കാനൊന്നും കൊണ്ടുവന്നില്ല. അത് പിന്നെ കൊണ്ടുവരാതിരിക്കുവോ? എന്നാ എടുത്തോണ്ട് വാടാ. ദാ കുറച്ച് ഉള്ളിയുടെയും പരിപ്പിടുകയൊക്കെയാ ഞാൻ ഉണ്ടാക്കിയതാ. രണ്ടുപേരുടെ വർത്താനം തീറ്റി. എന്നാ നമുക്ക് കഴിക്കാം. കഴിക്കാം. എന്നാ നമുക്ക് കഴിക്കാം. പണ്ടത്തെ പോലെ വിശപ്പൊന്നുമില്ല, എന്നാലും എപ്പോഴും എന്തെങ്കിലും കുറച്ചോടെ ഇരിക്കണം. കേട്ടോ വിശപ്പില്ലെന്ന്. എടാ മാത്ത, കടത്തുകൊള്ളം മുങ്ങി നിന്റെ ചാച്ചനും അമ്മയും മരിച്ചപ്പം നിങ്ങളെ നോക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോടാ? പിന്നെ മറിയാമ്മ അവളുടെ കിട്ടിയോനും പിള്ളേരുടെ സ്വത്ത് കണ്ടോണ്ട് പിറകെ കൂടിയിരിക്കുകയാണെന്ന് നിന്റെ കുടുംബക്കാർ തന്നെ നാട്ടുകാരോട് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ ചെറിയൊരകല വിട്ടത്. നാട്ടുകാരോട് പോകാൻ പറയരുത്. എല്ലാ കാലത്തും ചേട്ടത്തി ഒരു പറമ്പകലത്തിൽ ഞങ്ങൾക്ക് സഹായമായിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ചേട്ടത്തി എന്നെ കാണാൻ വന്നിട്ട് ഇപ്പോൾ ഒരു 5-6 മാസമെങ്കിലും ആയി കാണത്തില്ലേ? നിന്നെ പോലെ അല്ലടാ മോനെ കുട്ടൻ. അവൻ പെമ്പറത്തോത്തൊരു വാക്ക് കേട്ടിട്ട് ആ പറമ്പിൽ കയറില്ലെന്ന് എന്നോട് പറഞ്ഞു. കൊഴിഞ്ഞു കിടന്നുകൊണ്ട് തേങ്ങ എടുത്തവൾ എന്നെ. പോട്ടെ എടുത്തി, അവൻ പണ്ട് അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. വീട്ടിൽ നിന്നാ? ഹലോ, പറഞ്ഞു. ഹലോ ചേട്ടൻ എവിടെ? ഒരു കാര്യം പറയാനായിരുന്നു. പറഞ്ഞോ. മോളെ വന്ന് കണ്ട കൂട്ടരല്ലേ? ഹരിപ്പാട്ട് വന്ന് അവർക്ക് ഇഷ്ടമായെന്ന്. കല്യാണം ഉടനെ നടത്തണമെന്ന് അവർ പറയുന്നത്. ശരി, ഞാൻ പോയിട്ട് നിന്നെ അങ്ങോട്ട് വിളിക്കാം. ഇപ്പോൾ വെച്ചോ. ഓ, ഇതെന്താ കുഞ്ഞെ കാണിച്ചു വെച്ചിരിക്കുന്നേ? നോക്കിക്കേ, തല നിറച്ച് വെള്ളമാ, തോർത്തി. ഓ, എന്ത് പറയാനാന്ന് പറ. അയ്യോ, അനങ്ങരുതേ, അനങ്ങാതിരിക്കണം. പനപ്പച്ചേട്ടൻ എൻ്റെ കുഞ്ഞിനെ നല്ല സുന്ദരക്കുട്ടപ്പനാക്കി തരാം. അതിനൊക്കെ വേണ്ടിയല്ലേ പൊന്നപ്പൻ ചേട്ടൻ ഈ കണ്ണാടിയൊക്കെ കൊണ്ട് നടക്കുന്നേ?
കണ്ണടച്ചോണേ. ഒരു ഫോട്ടോ എടുക്കട്ടെ. നല്ല അടിപൊളി ഫോട്ടോ ആവും കുഞ്ഞ്. ഞാനേ നമ്മുടെ കോരക്കുഞ്ഞിന് ഇതൊന്ന് അയച്ചു കൊടുക്കട്ടെ. ആ ആ അയച്ചു കൊടുത്തിട്ടുണ്ടേ. ഇനി ഇനി പൊന്നോച്ചനൊരു കാര്യം പറയട്ടെ. നമുക്ക് ഒരു പെങ്കൊച്ചിനെ ഒന്ന് ആലോചിച്ചാലോ? കല്യാണോ? അതൊന്നും ശരിയാകില്ല. കല്യാണമൊന്നും ശരിയാകില്ല. അതൊക്കെ ശരിയാകും. അല്ലെങ്കിൽ ഈ പൊന്നപ്പ ചേട്ടാ അതൊക്കെ ശരിയാക്കും കേട്ടോ. കല്യാണം അയ്യോ. നമ്മൾ ഒരുമിച്ച് ഇവിടെ വന്നിട്ട് ഇപ്പോൾ 4 വർഷമായല്ലേ? എന്നാലും ഒരുമിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ കാണുന്നത് എന്തിനും നല്ല ഭംഗിയാ. ഈ കടലിനും നിനക്കും. നാട്ടിൽ വന്നിട്ട് 2 ആഴ്ചയാകുന്നു. ഞാനിപ്പോഴും ഗൾഫിലാണെന്നാ പാവം ഇച്ചായൻ്റെ വിചാരം. എൻ്റെ ഈശോയെ ഈ പാവിയോട് ക്ഷമിക്കണം. ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ ഇങ്ങോട്ട് വന്നത്. ഈ സമയത്ത് നിനക്ക് സംസാരിക്കാൻ ഒരേ ഒരു വിഷയമേ ഉള്ളൂ, നിന്റെ ഇച്ചായ അല്ലേ? നീ എന്തു പറഞ്ഞാലും ഇച്ചാനെ ഒഴിവാക്കി എനിക്കൊരു ജീവിതമില്ല. നീ നിന്റെ വീട്ടിൽ എല്ലാവരുടെയും കൂടെ ജീവിക്കുന്നതുകൊണ്ടാണ് വേർപിരിഞ്ഞ് ജീവിക്കുന്നതിൻ്റെ വേദന നിനക്ക് മനസ്സിലാകാത്തത്. ഹലോ ഹലോ ചേട്ടാ, ദേ നിങ്ങൾ ചോദിച്ചോ? ഇല്ല സുലോചനെ, ഞാൻ ചോദിച്ചില്ല. ആ നിനക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാഞ്ഞിട്ടാ. ഞാൻ മത്തക്കുഞ്ഞോട് എന്ത് ചോദിച്ചാലും അത് കോരക്കുഞ്ഞറിയും. അവനും ഭാര്യയും മീൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇത്രയും കാലം ഇവനെ നോക്കുന്ന നിങ്ങളോട് അവർക്ക് ഒരു ബാധ്യതയുമില്ലേ? കല്യാണം കഴിഞ്ഞ പിന്നെ കോരയെ നേതൃത്വം മുഴുവൻ ഷേർലി കുഞ്ഞ. തന്നെയല്ല, കോര പണ്ടത്തെ പോലെ മാത്തക്കുഞ്ഞ് വലിയ സാമ്പത്തിക സഹായം ഒന്നും ചെയ്യുന്നുമില്ല. മാത്രമല്ല, നമ്മുടെ ബാധ്യതകൾ ഏറ്റെടുക്കേണ്ട ആവശ്യം അവർക്കില്ലല്ലോ.
എന്റെ ഭഗവതി, ഇനി കൊച്ചിനെ കെട്ടിക്കാനുള്ള പണം എവിടുന്നുണ്ടാക്കും? കുഞ്ഞേ, ഒരു 5 മിനിറ്റൂടെ കട്ടനൊന്ന് തിളപ്പിച്ചോട്ടെ. ഓ ആയിക്കോട്ടെ. ഇരുന്നിരുന്ന് എനിക്ക് വേറങ്ങി. ആ ആ ആ ചേട്ടാ, നമുക്കൊരു ട്രിപ്പ് പോയാലോ? ആലപ്പുഴയ്ക്ക്. ഒരുപാട് നാളായി കടല് കാണാൻ പോയിട്ട്. ഓ എൻ്റെ പൊന്നെ, നാളെ മറ്റന്നാളും പറ്റത്തില്ല കേട്ടോ. നാളെ ഷീറ്റ് കൊടുക്കാൻ പോണം. പിന്നെ വില്ലേജ് ഓഫീസിൽ പോയി കരമടക്കണമെന്ന് ഷെല്ലിക്കുഞ്ഞ് പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചായിരുന്നു. ഇനി അത് ചെയ്തില്ലെങ്കിൽ എന്നെ നിർത്തിപ്പോരിക്കും. ഹോ, ഇത്ര ഹൃദയമില്ലാത്ത പെണ്ണിൻ്റെ കൂടെ കോരക്കുഞ്ഞ് എങ്ങനെ ജീവിക്കുന്നോ എന്തോ. കുഞ്ഞേ, ചായ. ആ അതെ, തലയ്ക്കകത്ത് ആൾവാസമില്ലാത്ത പൊന്നപ്പച്ചൻ്റെ കൂടെ ഞാൻ താമസിക്കുന്നില്ലേ, അതുപോലൊക്കെ താമസിക്കും, അല്ലാതെ തന്നെ. ഓ അങ്ങനെ. എൻ്റെ തലയിൽ ആൾ താമസമില്ലെന്നേ ഈ വീട്ടിലെ ആൾക്കാർ മാത്രമേ പറയത്തുള്ളൂ. ഈ വീട്ടുകാരെ പറയത്തുള്ളൂ എന്നല്ല, ഇനി ഈ വീട്ടുകാരുടെ പറയാനുള്ളൂ എന്ന് പറ. താങ്ങിക്കോ താങ്ങിക്കോ, രാവിലെ എനിക്കിട്ട് തന്നെ താങ്ങിക്കോ. പിണങ്ങാ ചേട്ടായി. എനിക്ക് ഇണങ്ങാനും പിണങ്ങാനും തമാശ പറയാനും ഒക്കെ ചേട്ടായി അല്ലാതെ വേറെ ആരാ ഉള്ളത്? വല്ലാതെ സ്നേഹം കൂടുമ്പോഴാ എൻ്റെ കുഞ്ഞെന്നെ ചേട്ടായി എന്ന് വിളിക്കുന്നത്. ആ, എനിക്കിനി എത്ര കാലം കൂടി ആയുസ്സുണ്ടാകുമെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ മുമ്പ് പറഞ്ഞതല്ലേ കുഞ്ഞ് പറഞ്ഞു വിട്ടില്ലെങ്കിൽ എൻ്റെ മരണം വരെ ഞാൻ കുഞ്ഞിൻ്റെ കൂടെ കാണും. ഇതെന്താ കുഞ്ഞ് അവിടെ ഇരിക്കേ, ഞാൻ ഇപ്പൊ കഴിക്കാൻ എടുക്കാം. വേണ്ട, നിറഞ്ഞു. വയറല്ല, മനസ്സ്. മൊത്തം കുഞ്ഞെ ദേ ചായ. ആ ആ ആ അങ്ങനെ. പൊന്നപ്പൻ ചേട്ടാ, ആ സമയം 5:30 കഴിഞ്ഞാണോ അല്ലേ? അല്ല കുഞ്ഞെ, 5:45. ഇത്ര കൃത്യമായിട്ട് ഈ സമയമൊക്കെ എങ്ങനെ അറിയുന്നേ?
പൊന്നപ്പൻ ചേട്ടാ, ആ? പൊന്നപ്പൻ ചേട്ടൻ ഇവിടെ വന്നിട്ടും ഞാൻ ഇവിടെ ഇരിപ്പ് തുടങ്ങിയിട്ടും 10-14 വർഷമായി. സമയം മാത്രമല്ല പൊന്നപ്പൻ ചേട്ടാ, വെയിലിൻ്റെ ചൂടും മഴയുടെ തണുപ്പും ഇലകളുടെ മർമ്മരവും കിളികളുടെ കൂവലും കുറുകലും മനുഷ്യരുടെ ശ്വാസവും നിശ്വാസവും ഒക്കെ എനിക്കറിയാം. ആ, അതൊക്കെ പോട്ടെ കുഞ്ഞെ. വൈകിട്ട് എന്താ കഴിക്കാൻ? കഞ്ഞിയോ ചപ്പാത്തിയോ? കഞ്ഞി ആയിക്കോട്ടെ, അച്ചാറും, പിന്നെ അടുപ്പിലിട്ട് പൊള്ളിച്ച പപ്പടവും കൂടെ വേണം. ഓക്കെ, പൊന്നപ്പച്ചൻ നേറ്റ് കുഞ്ഞെ. പൊന്നപ്പച്ചൻ അകത്തോട്ട് ചെല്ലട്ടോ. ആ ആ. എന്താ പണത്തിന്റെ കാര്യം ചോദിക്കാൻ വിളിക്കുന്നത് കൊണ്ടാണോ നിങ്ങൾ ഫോൺ എടുക്കാത്തത്? ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും ഒരു വഴി തെളിയുമെന്ന്. അവിടുത്തെ അലമാരിയുടെ താക്കോല് നിങ്ങളുടെ കയ്യിലല്ലേ, പിന്നെ പൈസക്കാണോ പഞ്ഞം? എൻ്റെ സുലോചനെ, നീ എന്തൊക്കെയായി പറയുന്നത്? അലമരന്ന് പൈസ എടുക്കാനോ? എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. എന്തുകൊണ്ട് പറ്റില്ല? കോര ആണ്ടിലൊരിക്കലല്ലേ ചേട്ടനെ കാണാൻ വരുന്നത്, പിന്നെ എന്നാ പേടിക്കാനാ? മാത്തൻ കുഞ്ഞിന്റെ അലമാരിയിൽ പൈസ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമേ, അതെടുത്ത് നമ്മളൊന്ന് തിരിച്ചു മറിക്കുന്നു, അത്രേ ഉള്ളൂ. ഇത്രയും കാലം വിശ്വസ്തനായിരുന്ന എന്നെ ഒരൊറ്റ നിമിഷം കൊണ്ട് കള്ളനാക്കുന്ന ഏർപ്പാടായത്. നീ എന്ത് പറഞ്ഞാലും മാത്തക്കുഞ്ഞാ ചതിക്കാൻ എനിക്ക് പറ്റത്തില്ല സുലോചനെ. എന്നാ പിന്നെ കോരയോട് തന്നെ അങ്ങ് ചോദിക്കേ. അതിപ്പോ അതും പറ്റത്തില്ലേ? എടീ, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞില്ലേ, ഷേർലി കുഞ്ഞ് നല്ലൊരു തുക തരാൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മൾ കാരണം ചേട്ടനും ഇനിയും തമ്മിൽ തെറ്റുന്നത് അത് ശരിയല്ല. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എൻ്റെ കൊച്ചിന് കിട്ടിയ നല്ലൊരു ബന്ധമായത്, ഗൾഫിൽ ജോലി, ഒറ്റ മകൻ. ഈ കല്യാണം നടന്നില്ലെങ്കിൽ പറഞ്ഞേക്കാൻ. എൻ്റെ സുലോചനെ, നീ എന്നെ കൊലക്ക് കൊടുത്തേ അടങ്ങുമല്ലേ? എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നുന്നു. നീ ആ ഫോണൊന്ന് വെക്കുമോ? ആ കണ്ണുകൊട്ടനെ നോക്കി നിങ്ങൾ നടന്നപ്പോൾ എനിക്ക് എൻ്റെ മകൾക്ക് നഷ്ടപ്പെട്ടത് 14 വർഷങ്ങളാണ്. അവനെ കൊണ്ട് ഈ ഉപകാരമെങ്കിലും ഉണ്ടായില്ലെങ്കിൽ ഇനിയുള്ള കാലം അവനെ നോക്കി അവിടെ കുടിക്കൂ. ഞാനും എൻ്റെ മോളും ഒരു കഷ്ണം കയറിൽ ജീവിതം അവസാനിപ്പിച്ചു. സുലോചനെ,
ആരാ ഇത്? ആരാ? ആരാണെന്ന്? പൊന്നപ്പൻ ചേട്ടാ, പൊന്നപ്പൻ ചേട്ടാ, പൊന്നപ്പൻ ചേട്ടാ, പൊന്നപ്പൻ ചേട്ടാ. എന്താ കുഞ്ഞെ, എന്നെ കടന്നാലും വിളിക്കുന്നേ? ചേട്ടാ, ഈ മുറിയിൽ ഇപ്പോൾ ആരും ഉണ്ടായിരുന്നു. ആര്? ഓ, ഇവിടെ ഇപ്പം ആര് വരാനാ? കുഞ്ഞിന് വെറുതെ തോന്നിയായിരിക്കും. അതല്ല, കയറിയവന്റെ കൈ അലമാരിയിൽ മുട്ടിയ ശബ്ദം ഞാൻ കേട്ടെന്നേ. ചേട്ടൻ എവിടെയായിരുന്നു? ഞാൻ എത്ര തവണ വിളിച്ചു. കുഞ്ഞെ 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 ഞാൻ പുറത്തായിരുന്നേ. പുറത്ത് തുണി 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 ഉണക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. തുണി ഉണക്കിക്കൊണ്ടിരിക്കുന്നു. ചേട്ടാ, സൂക്ഷിക്കണം. ഇത് വല്ലാത്ത കാലമാണ്. പകലാണെങ്കിലും ഇനി മുതൽ ഗേറ്റ് തുറന്നിട്ടില്ല കേട്ടോ. ചേട്ടാ, എൻ്റെ ശരീരം അങ്ങ് തളരുന്ന പോലെ. കുഞ്ഞ് വന്നാട്ടെ വാ. അവിടെ ഇരുന്നാട്ടെ. പൊന്നമ്മച്ചേൻ്റെ പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം കേട്ടോ. എൻ്റെ ഈശോയെ, ആരായിരിക്കും എൻ്റെ വീട്ടിൽ? അതോ ഈ പട്ടാപ്പാല്? സത്യത്തിൽ ആരും ആർക്കു വേണ്ടിയും ജീവിക്കാത്ത ഈ ലോകത്ത് കടലോളം സ്നേഹമുണ്ടെന്നൊക്കെ പറഞ്ഞ് മനുഷ്യർ പരസ്പരം വഞ്ചിക്കുകയല്ലേ. അയ്യോ, ഓ കുഞ്ഞാ കുറിക്കാൻ ഇതേ കിട്ടിയുള്ളൂ. ഓ, ഇന്ന് നല്ല തിരയാ കേട്ടോ. കുറച്ചുകൂടി ഇങ്ങനെ നന്നേ. തരാം. മഴക്കാറ് വല്ലതും ഉണ്ടോ? ഒരു നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. ഓ, മഴക്കാറൊന്നുമില്ല, പിന്നെ മൊത്തത്തിലൊരു മൂടലുണ്ട്. പൊന്നപ്പ ചേട്ടാ, ലൈഫ് ഗാർഡുമാർ നിൽപ്പുണ്ടോ ഇവിടെ? ഞാൻ ഓ, എൻ്റെ കുഞ്ഞെ, ഇവിടെ ഒന്നും ആരുമില്ല. കുട്ടനാണോ പൊന്നപ്പൻ ചേട്ടനാണോ എന്നോട് ഏറെ ഇഷ്ടം?
ആത്മാർത്ഥ സ്നേഹം അളന്ന് തൂക്കി നോക്കേണ്ടതല്ല. മുള്ളാണല്ല, ഇത് കുട്ടം കൊണ്ട് വെച്ച ചെടിയല്ലേ? അവനെ ഒന്ന് വിളിക്കാം. ഹലോ, ഇച്ചായ, ഇച്ചായ, ഇച്ചായൻ എന്താ മിണ്ടാതിരിക്കുന്നത്? കുട്ടാ, ഒരാഴ്ച ആയില്ലാടാ നീ എന്നെ വിളിച്ചിട്ട്. നീ ചായനെ മറന്നുപോയോ? ഇച്ചായ, ഇവിടെ നല്ല ജോലി തിരക്കായിരുന്നു, അതുകൊണ്ട് വിളിക്കാൻ മറന്നുപോയി. സോറി. അവളെന്തിയടാ? സുഖമായിരിക്കുന്നോ? ആ, സുഖമായിരിക്കുന്നു. ഇച്ചായനെങ്ങനെ? പൊന്നപ്പഞ്ചായനുണ്ടെന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ. വിളിക്കാതിരിക്കുന്നത് അല്ലേ? ഇച്ചായ, അത് ചേട്ടായി എന്നെ നല്ലപോലെ നോക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും നീ എന്നെ നോക്കുന്നതിന് പകരമാകില്ലല്ലോ. ഇച്ചായ,
തുടങ്ങിയല്ലോ ഇച്ചായനും കുട്ടനും കൂടെയുള്ള ഇമോഷണൽ ഡ്രാമ. കണ്ണ് കാണത്തില്ലെങ്കിലും കുത്തി കുത്തി കൃത്യമായി ഇങ്ങോട്ട് തന്നെ വിളിച്ചോളും. ഓശോളി പതുക്കെ, ഇച്ചായൻ കേൾക്കും. ഹലോ ഹലോ, എന്താടാ, റേഞ്ച് പോയോ? ഒന്നും കേൾക്കാനില്ലാതല്ലോ. അതെ, റേഞ്ച് പോയതായിരുന്നു ചായ. 4 വർഷം മുമ്പ് ഒരു ഈസ്റ്ററിന് അവസാനമായിട്ട് നീ നാട്ടിൽ വന്ന്. ഇത്തവണ ഈസ്റ്ററിന് നീ ഉണ്ടാവോ ഇച്ചാൻ്റെ കൂടെ? ഇച്ചാൻ, ഞാൻ ശ്രമിക്കാം. ഇത്തവണ വരണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. ദുബായ് നിനക്ക് അത്രയ്ക്കങ്ങ് പിടിച്ചു പോയടാ? ഇച്ചായ, അത് പിന്നെ ഇങ്ങോട്ട് താ. കോര, കഴിഞ്ഞ ദിവസം ഫോട്ടോ അയച്ചു തന്നിട്ടു പൊന്നപ്പൻ നിന്നോട് പറഞ്ഞതെന്താ? ഇച്ചായനെ കണ്ട പ്രായം തോന്നില്ല, ഇച്ചായനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിച്ചാൽ എന്താ കുഞ്ഞെന്ന് അല്ലേ? അത് പിന്നെ പൊന്നപ്പനൊരു തമാശ പറഞ്ഞില്ലേ? തമാശ? എടാ പൊട്ട, ഇണയായിട്ടല്ല തുണയായിട്ടൊരു പെണ്ണിനെ സ്വീകരിക്കണമെന്ന് ഇച്ചായൻ അങ്ങ് തീരുമാനിച്ചാൽ എന്താ കുഴപ്പം? അത് ഇണയായിട്ടാണെങ്കിൽ ഒരു പെണ്ണിൻ്റെ കൂടെ കഴിയാനുള്ള ശേഷിയൊന്നും ഈ ചായനില്ല. പിന്നെ തുണയായിട്ടാണെങ്കിൽ നമ്മളുണ്ടല്ലോ ഈ ചായന് മരണം വരെ. നമ്മളുണ്ടാവില്ല. നീ ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഒന്ന് കിടന്നു പോയാൽ നിന്റെ ഇച്ചായന്റെ മലവും മൂത്രം കോരാൻ ഞാൻ ഉണ്ടാകുമെന്നാണോ നീ കരുതിയേ? നീ ഞാൻ പറയുന്നത് കേൾക്കാൻ. നാട്ടിലെ വസ്തുക്കളെല്ലാം നമുക്ക് വിൽക്കാം. എന്നിട്ട് നിന്റെ ഇച്ചായനെ നല്ലൊരു കെയർ ഹോമിലാക്കുകയും ചെയ്യാം. അവിടെ ആകുമ്പോ പുള്ളിക്ക് ഏകാന്തതയും ഉണ്ടാകില്ല. ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടാകുമല്ലോ. അവിടെ കഴിയട്ടെ ജീവിതാവസാനം വരെ. അല്ലാതെ എനിക്ക് വയ്യ ചേട്ടനെ അനിയനെ ഒരുപോലെ നോക്കാൻ. പിന്നെ ഒരു കാര്യം കൂടി, പൊന്നപ്പൻ ചൂട് കയറ്റുമ്പോൾ അയാൾക്ക് കുത്തല് കയറി വല്ല പെണ്ണുങ്ങളെയും വിളിച്ച് തലയെ കയറ്റി വെച്ചാൽ സ്വത്തുക്കളെല്ലാം മറ്റുള്ളവർ അനുഭവിക്കുന്നത് കാണേണ്ടി വരും നിനക്ക്. എന്റെ ശൈലി ഒന്ന് നിർത്ത്. നിന്റെ മുൻവിധിയും കണക്കൂട്ടലും ഒന്നും എനിക്കിഷ്ടമല്ല. അടുത്ത ഞായറാഴ്ച വരത്തില്ലെന്ന് രാജാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചേട്ടായി വീട്ടിൽ പോകണ്ട കേട്ടോ. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ കുഞ്ഞെ? എനിക്കൊന്ന് വീട്ടിൽ പോകണമായിരുന്നല്ലോ.
ഇച്ചായോ കുഞ്ഞോ കുട്ടനല്ലേ ഇത്? ആ അതെ കുഞ്ഞ്. ഇച്ചായ ഇച്ചായ മോനെ, നീ ദുബായിൽ നിന്ന് നേരിട്ട് വന്നതാണോടാ? പൊന്നപ്പച്ചേട്ടാ, പെട്ടി ഉണ്ടെങ്കിൽ എല്ലാം എടുത്തു വെക്ക. പെട്ടിയൊന്നുമില്ല ഇച്ചായ, ഒരു ബാഗ് മാത്രമേ ഉള്ളൂ. ഞാൻ വന്നിട്ട് 3-4 ദിവസമായി. ഷേർലിയുടെ വീട്ടിലായിരുന്നു. ഇച്ചായൻ ഒരു സർപ്രൈസ് തരാൻ വേണ്ടിയാ വരുന്ന കാര്യം ഞാൻ പറയാതിരുന്നത്. കുഞ്ഞിരുന്നാട്ടെ. ഇച്ചായനിരിക്കെ. ഇതെന്താ കുഞ്ഞെ, നമ്മുടെ നാട്ടിലെ കടിയൊക്കെ അങ്ങ് ദുബായിലും കിട്ടുമോ? ഇത് അറബിക്കടിയല്ല, ഇത് നമ്മുടെ കോട്ടയംകട സ്വന്തം കടി. വരുന്ന വഴി ജംഗ്ഷനിൽ നിന്ന് മേടിച്ചതാ. ഈ ചായന് ബേക്കറി ഐറ്റംസ് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാൻ പാടില്ല. ആ കുഞ്ഞെ കുഞ്ഞെ ആ ആ എനിക്ക് ആ ആ ആ ആ ഇച്ചായ ആ ഇച്ചായ ആ എന്നാ മോനെ, ഇത് വാങ്ങിച്ച്. ഇതെന്താടാ? ഒരു ഫോണാ. ഈ ചായൻ്റെ ഫോൺ ഔട്ട്ഡേറ്റ് ആയിട്ട് കാലം കുറേ ആയില്ലേ, നമുക്കും വേണ്ട ഒരു മാറ്റം. ആഹാ, സ്മാർട്ട് ഫോണല്ലേ? എനിക്കിത് കൊണ്ട് എന്താടാ ഗുണം? അങ്ങനല്ലേ ചായ, ഇതിൽ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. പൊന്നപ്പച്ചേട്ടനെല്ലാം പഠിപ്പിച്ചു തരും. ആരെന്ത് പറഞ്ഞു തന്നാലും എന്താടാ, കണ്ണ് കാണാതായ നമ്മൾ പാതി മരിച്ചു എന്ന് കരുതിയാൽ മതി. എൻ്റെ ഈ ചായൻ എത്ര ആക്റ്റീവായിരുന്നു. നേത്രതാടി തകർന്ന് ഈ ചായൻ്റെ കാഴ്ചശക്തി ഇല്ലാതായ ആ നശിച്ച ദിവസമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശപിക്കപ്പെട്ട ദിവസം. എങ്ങനെയാണ്ടാ മോനെ? നല്ല അടിപൊളി സ്ഥലമല്ലേ? നല്ല ഉയരത്തിലാ. ഇഷ്ടപ്പെട്ട വലിയ പാറ അയച്ചത്, പക്ഷെ മോശമായി പോയി കേട്ടോ എന്നെ ഇവിടെ കൊണ്ടുവരുന്നത്. എനിക്ക് ആ സമയം കിട്ടുമ്പോഴല്ലേ ഞാൻ പണ്ട് എൻ്റെ കൂടെ രാജൻ്റെ കൂടെ ഒന്ന് വന്നായിരുന്നു. അവൻ എന്നെ ഇതുകൊണ്ട് അതൊന്നുമല്ല, ചായൻ തന്നെ കറങ്ങാനൊക്കെ പോകുന്നുണ്ട്. എന്നാ രസം എന്നാ സ്റ്റൈൽ അയച്ചോ ഇവിടെ കാണാൻ. കന്നഡ മോനെ, ആ മലക്കപ്പുറം തമിഴ്നാടാ. അവിടെ കാണിക്കാനുണ്ട്.
ഇതാ നോക്ക്, അവിടെ വലിയൊരു കൊക്കയാണ്. ഇവിടെ എല്ലാം ഭയങ്കര കുഴിയാണ്. അത് അങ്ങോട്ട് നോക്ക്, അവിടെ നല്ല ചെരിവാ. പാടാ കൂട്ടാ, ഞാൻ നിന്നെ ഇവിടെ എല്ലാം കാണിച്ചു തരാം. വാടാ, നമുക്ക് അവിടെ കൂടെ. വേണ്ടി ചായ, എനിക്ക് പേടിയാ, കാലും കൈയും വിറച്ചിട്ട് വയ്യ. പേടിക്കണ്ട. ഹലോ, ചായ, 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 ചായ. അയ്യോ, കണ്ണു തുറക്ക ചായ, കണ്ണു തുറക്കാൻ. അയ്യോ എൻ്റെ ദൈവമേ, ആരെങ്കിലും ഒന്ന് വരണേ. ചായ, ചായ, ഞാനിനി എന്നാ ചെയ്യൂ? ചായ, ഇച്ചായ, ആ എന്നാടാ? ഞാൻ നാളെ രാവിലെ പോകും. അതെന്ത് പോക്കാടാ? ഒരാഴ്ച എൻ്റെ കൂടെ തങ്ങിയിട്ട് പോയാൽ പോരെ നിനക്ക്? ഇച്ചായ, ഇത് ഞാൻ പെട്ടെന്ന് അവധിയെടുത്ത് വന്നതല്ലേ. ഇനി വെക്കേഷൻ വരുമ്പം നമുക്ക് അടിച്ചു പൊളിക്കാം. ആ ഇച്ചായ, കുറച്ച് നാളായി ഞാനൊരു കാര്യം പറയാമെന്ന് വിചാരിക്കുന്നു. എന്താടാ കുട്ടാ? അത് പിന്നെ നീ പറയടാ. ഇച്ചായ, എന്താടാ? ഗൾഫിലെ ജോലിയൊക്കെ മതിയാക്കി ഞാൻ ഇനി പോരുക. ആ, നാട്ടിലാണെങ്കിലും എറണാകുളത്ത് ഷേലയുടെ വീടിനടുത്ത് ഒരു വീടൊക്കെ വാങ്ങി സെറ്റിലാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഓഹോ, അതുകൊണ്ട് നമുക്കൊടുത്ത് വീട് സ്ഥലമൊക്കെ വിറ്റ് എറണാകുളത്ത് പോവാം. അതാവുമ്പം ഇച്ചാനെ എനിക്ക് നന്നായി നോക്കുവാനും പറ്റും. നീ ഞാൻ പറയുന്നത് കേൾക്കാൻ. നാട്ടിലെ വസ്തുക്കളെല്ലാം നമുക്ക് വിൽക്കാം. എന്നിട്ട് നിന്റെ ഇച്ചായനെ നല്ലൊരു കെയർ ഹോമിലാക്കുകയും ചെയ്യാം. അവിടെ ആകുമ്പോൾ പുള്ളിക്ക് ഏകാന്തതയും ഉണ്ടാകില്ല. ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടാകുമല്ലോ. അവിടെ കഴിയട്ടെ ജീവിതാവസാനം വരെ. ഇച്ചായൻ എന്നതായി ആലോചിക്കുന്നത്? എനിക്ക് വയ്യ ചേട്ടനെ അനിയനെ ഒരുപോലെ നോക്കാൻ. ആലോചിക്കാതെ നിന്നോടൊരു മറുപടി പറയാൻ പറ്റുമോ കൂട്ടാ? നാട്ടിൽ സെറ്റിലാകാനുള്ള നിൻ്റെ ആലോചനയും തീരുമാനമൊക്കെ നല്ലതാ. പക്ഷേ ഈ വീടും സ്ഥലവും വിൽക്കുന്നതിനെക്കുറിച്ച് ഉടനെയൊന്നും നീ ചിന്തിക്കണ്ട കേട്ടോ. ആരാ? ഈശോയെ, വാതിൽ ഞാൻ ചാരിയിട്ടിരുന്നാണല്ലോ. പൊന്നപ്പച്ചേട്ടനറിയാതെ ആരിതിനകത്ത് കയറാം? പൊന്നപ്പച്ചേട്ടൻ ഇവിടെ നിന്ന് മോഷ്ടിക്കോ? ഇല്ല, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല.
ഞാൻ വെച്ച ഫോട്ടോ ഉണ്ടായിരുന്നോ? ഇച്ചായനോട് പ്രായം തോന്നുന്നില്ല അല്ലേ? നമുക്ക് ഇച്ചായന് വേണ്ടി ഒരു കല്യാണം ആലോചിച്ചാലോ? കണ്ണ് കാണാത്ത ആ ശല്യത്തെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. അല്ലെങ്കിൽ ഘോരമായിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ അയാൾ എന്നും ഒരു കൊരടായിരിക്കും. ഈശോയെ, എൻ്റെ ഊഹം ശരിയാണല്ലോ. കേൾക്കാൻ ശ്രമിച്ചത് പൊന്നപ്പൻ ചേട്ടൻ തന്നെ. എന്നാലും പൊന്നപ്പൻ ചേട്ടന് ഈ വീട്ടിൽ നിന്ന് മോഷ്ടിക്കേണ്ട ആവശ്യം എന്താ? ആ ചേട്ടായി, ആ വാടാ രാജ, ഞാൻ നിന്നെ നോക്കിയിരിക്കുകയായിരുന്നു. നീ എന്നാ കഴിഞ്ഞ ആഴ്ച വരാഞ്ഞേ? വെങ്കട മോട നൂലുകെട്ടായിരുന്നു മാവേലിക്കരയിൽ. ആ, എന്നിട്ട് നീ എന്നാ കൊടുത്ത അനന്തരവൾക്ക്? സാമ്പത്തിക കാര്യങ്ങളൊക്കെ കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് ഒരു വള വാങ്ങിച്ചു കൊടുക്കാനേ പറ്റിയുള്ളൂ. പൊന്നപ്പൻ ചേട്ടൻ വൈകിട്ട് വരില്ലെന്ന് ചേട്ടായിട്ട് പറയാൻ പറഞ്ഞു. ചേട്ടായെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന്. ആ, അതൊക്കെ പോട്ടെ. എടാ രാജ, നീ എന്നെ ഒന്ന് സഹായിക്കണം. ചേട്ടായിക്ക് എൻ്റെ സഹായമോ? എന്ത് സഹായം? എൻ്റെ ഫോണിൽ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ബട്ടണിലേക്കാക്കി ഒന്ന് സെറ്റ് ചെയ്തതാ നീ. അതിപ്പോ എന്തിനാ? എടാ, ഞാൻ പാടുന്ന പാട്ടൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ച് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കാനാ. ഓ അങ്ങനെ. എന്നാ നീ ഈ റെക്കോർഡിംഗ് ഓപ്ഷൻ ഒന്നാമത്തെ ബട്ടണിലേക്കാക്കി ഒന്ന് സെറ്റ് ചെയ്ത് തന്നേ. ഇപ്പൊ ശരിയാക്കി തരാം.
നനച്ചുകൂടി മടക്കണം. ഇതൊരു കടലാസാണ്. നീ ഇന്ന് നിന്റെ സ്വത്തുക്കൾ ഇന്ന് ഇഷ്ടദാനം ചെയ്യൂ. നിന്നെ കൊല്ലണമെന്നോ ഞങ്ങൾക്കോ ഞങ്ങളെ ഈ പണി ഏൽപ്പിച്ചവർക്ക് ഒരു ആഗ്രഹവുമില്ല. കേസും വള്ളിക്കല്ലോടെ നടക്കാതിരുന്ന നിനക്ക് ആയുസെത്തി മരിക്കാം. അല്ലെങ്കിൽ നീ നമ്മുടെ യഥാർത്ഥ മോഹം. എൻ്റെ ദൈവമേ, ആരാണ് എന്നെ അടിച്ചത്? ആർക്കാണ് എൻ്റെ സ്വത്ത് വേണ്ടത്? പൊന്നപ്പഞ്ചേട്ടനാണോ അതോ എൻ്റെ കൂടെപ്പിറപ്പിനാണോ? സമയം 10 കഴിഞ്ഞു. എന്നും സുലോചന ചേച്ചി വിളിക്കുന്ന നേരമായിട്ടുണ്ട്. എൻ്റെ ഈശോയെ, സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത് പൊന്നപ്പച്ചേട്ടൻ കാണരുതേ. ഫോൺ ഇവിടെ ഇരിക്കട്ടെ. എനിക്കുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈശോയെ, ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കാത്തതൊന്നും കേൾക്കാൻ ഇടവരല്ലേ. മാത്തക്കുഞ്ഞു കാശ് തന്ന് സഹായിക്കാൻ ഘോരക്കുഞ്ഞു ശൈലക്കുഞ്ഞു സമ്മതിക്കില്ലെന്ന് ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടും എന്തിനാ സുലോചന നീ എന്നെ ഇങ്ങനെ ശരണം കെടുത്തുന്നത്? നിന്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ മഹാപാപം ചെയ്യുന്നത്. പക്ഷെ എനിക്കിപ്പോ മാത്തക്കുഞ്ഞിന്റെ മുഖത്ത് നോക്കാൻ പോലും പറ്റുന്നില്ല. ഈശോയെ, മകളുടെ കല്യാണക്കാര്യം പൊന്നപ്പഞ്ചേട്ടൻ എന്നോട് നേരത്തെ പറഞ്ഞതാണല്ലോ. ഭാര്യയുടെ ശക്തമായ പ്രേരണ കൊണ്ട് മാത്രം പൊന്നപ്പഞ്ചേട്ടൻ ചെയ്തു പോയ ഒരു അബദ്ധമാണിത്. അല്ലെങ്കിൽ ഈ മോഷണം ചേട്ടായുടെ ഗതികേടിൻ്റെ ഭാവം മാത്രമാണ്. അറിഞ്ഞൊരു സഹായം അന്നേ കൊടുത്തിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു മോശം അനുഭവം എനിക്ക് നേരിടേണ്ടി വരില്ലായിരുന്നു. ഏതായാലും എൻ്റെ മരണം ആഗ്രഹിക്കുന്നവരിൽ, എൻ്റെ സ്വത്ത് ആഗ്രഹിക്കുന്നവരിൽ പൊന്നപ്പഞ്ചേട്ടനില്ല. അതെനിക്ക് ഉറപ്പാണ്.
തെറ്റിന് ചേട്ടായെ ഞാൻ വെറുക്കേണ്ടതില്ല. കുഞ്ഞെ, എന്നാ പൊന്നോഞ്ചേട്ടൻ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. പിന്നെ കഴിക്കാനുള്ള എടുത്ത് വെച്ചിട്ടുണ്ട്. വൈകിട്ടത്തേക്ക് രായനി വരും. അവൻ കഴിക്കാനുള്ള എടുത്ത് തരും കേട്ടോ. ശരി, എല്ലാം പറഞ്ഞ പോലെ. 9 ബസ്സിനല്ലേ ചേട്ടായി പോകുന്നത്? അതെ. സമയം ഇടല്ലേ? ഉണ്ടല്ലോ. ഒന്നിരിക്കെ, ഞാനൊരു കാര്യം പറയട്ടെ. ആ, ഒന്ന് നോക്കിയേ. ഇതെന്താ കുഞ്ഞെ പൈസ? കുറച്ച് കാശാ. മോൾക്ക് കല്യാണം ആലോചിച്ച് തുടങ്ങിയെന്ന് ഇന്നാളെ എന്നോട് പറഞ്ഞായിരുന്നല്ലോ. അന്നേ ഞാൻ വിചാരിച്ചതാ കൊച്ചിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന്. ഇത് കടമല്ല, സഹായമാണ്. അല്ലെങ്കിൽ ചെയ്യാനുള്ള എൻ്റെ അവകാശമാണ്. പിന്നെ പണം, അത് കൊടുക്കാനും വാങ്ങാനും ഉള്ളതാണ്. പണം കൊണ്ട് മനുഷ്യബന്ധങ്ങളെ അളക്കാതിരുന്നാൽ മതി. പിന്നെ ഞാൻ ഈ ചെയ്ത സഹായം മൂന്നാമതൊരാൾ അറിയാൻ പാടില്ല. ഇത് എൻ്റെ അഭിപ്രായമല്ല, നിർദ്ദേശമാണ്. ചേട്ടായ കാശെടുത്ത് വെക്കുക. ഇനി ചേട്ടായ പോക്കോ, ബസ് വരാൻ നേരമായില്ലേ? കുഞ്ഞെ, ഒന്നെഴുന്നേക്കാവും. എന്നാ പൊന്നപ്പൻ ചേട്ടാ, എന്തിനാ പൊന്നപ്പൻ ചേട്ടാ കരയുന്നു? ഈശോയെ, മിണ്ടാതിരുന്നാൽ ആയുസത്തി മരിക്കാമെന്ന് ഗുണ്ടകൾ പറഞ്ഞതിൻ്റെ അർത്ഥം അവരെ അയച്ചവർക്ക് ഭാവിയിൽ ഞാൻ ഒരു ഭീഷണിയാകാതിരുന്നാൽ ജീവനോടെ ഇരിക്കാമെന്നല്ലേ? അഥവാ ഭീഷണിയായാൽ കൊല്ലുമെന്നല്ലേ? മരണം വരെ എൻ്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ പൊന്നപ്പ ചേട്ടൻ്റെ സ്നേഹത്തിലും ആത്മാർത്ഥതയിലും എനിക്ക് സംശയമില്ല. ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി കുറച്ച് കാശ് കെട്ടെടുക്കാൻ ശ്രമിച്ചെന്നല്ലാതെ എൻ്റെ മരണം ആഗ്രഹിക്കാനൊന്നും പൊന്നപ്പൻ ചേട്ടനാകില്ല. അതെനിക്കുറപ്പാണ്. എൻ്റെ സ്വത്ത് ആഗ്രഹിക്കുന്നത് ഷേർലിയാണ്. അവളായിരിക്കണം എൻ്റെ വിശ്വസ്തനായ പൊന്നപ്പൻ വീട്ടിലില്ലാതിരുന്ന സമയത്ത് ഗുണ്ടകളെ പറഞ്ഞു വിട്ടത്. സൂക്ഷിക്കണം, ശത്രുസ്ഥാനത്ത് സഹോദര ഭാര്യയാണ്. ചേരാത്ത വിവാഹബന്ധത്തെ ഞാൻ എതിർത്തതിൻ്റെ പക ഇന്നും അവളുടെ മനസ്സിലുണ്ട്. തന്നെയുമല്ല, ഉടനെ ഞാനെല്ലാം കുട്ടനോട് പറയാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ അവൻ്റെ ജീവനും കൂടെ അപകടത്തിലാകാൻ സാധ്യതയുണ്ട്.
നിസ്സഹായതയും അന്ധതയും എൻ്റെ നിയമ പോരാട്ടങ്ങൾക്ക് വലിയ തടസ്സമായിരിക്കുമെന്ന ചിന്ത പോലും അവൾക്കുണ്ടാകാനിടയില്ല. സ്വത്തുക്കളെല്ലാം കയ്യിലായ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ ആയുസ്സിൻ്റെ നീളം കുറയ്ക്കുന്നതിനെക്കുറിച്ച് മാത്രമായിരിക്കും അവളുടെ ചിന്ത. സ്വന്തക്കാരാൽ കൊല്ലപ്പെടുക എന്നത് ഗതികെട്ട ഒരവസ്ഥയാണ്. ആരും ആരോടും പ്രത്യേകമായ സ്നേഹമോ കടപ്പാടോ മനസ്സിൽ സൂക്ഷിക്കാത്ത ഈ കാലത്ത് എവിടെയോ കിടന്ന് എന്തിനു മരിക്കണം? എടാ മാത്ത, ആഹാ, മറിയാമ്മ ചേട്ടത്തിയോ? എന്നാ കൊണ്ട് ചേട്ടത്തി? ഞാൻ വരുന്നടാ. എടാ മാത്ത, എന്തിയാടാ പൊന്നപ്പൻ? അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. അവൻ എന്തി? ഇന്ന് ശനിയാഴ്ചയല്ലേ ചേട്ടത്തി? പൊന്നപ്പൻ ചേട്ടൻ വീട്ടിലോട്ട് പോയി. നീ രാവിലെ വല്ലതും കഴിച്ചായിരുന്നോ? ആ, കഴിച്ചായിരുന്നു. ഞാൻ കഴിച്ച ശേഷമാണ് പൊന്നപ്പൻ ചേട്ടനെ ഇറങ്ങിയത്. നീ എന്താ മിണ്ടാതിരിക്കുന്നത്? നിനക്കെന്തോ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. ചേട്ടത്തി, വർഷങ്ങളായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരാഗ്രഹം ഞാനങ്ങ് പൂർത്തീകരിച്ചു. എന്താഗ്രഹം? കുറേ നാളായി പാവപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. കുറച്ച് തെക്ക് ഒരു അനാഥാലയമുണ്ട്. ഞാൻ അവർക്ക് നല്ലൊരു തുകയും എൻ്റെ കുറേ ആഭരണങ്ങളും കൊടുത്തു. എന്താ ഒരു ഞെട്ടല്? ഏയ് അതല്ല, ഇതൊക്കെ നീ എപ്പ ചെയ്തു? ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ആഴ്ച. വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയരുതെന്നല്ലേ. അതുകൊണ്ട് പൊന്നപ്പച്ചേട്ടനോട് പോലും ഒന്നും പറഞ്ഞില്ല. അത് നന്നായടാ. നിന്റെ അമ്മച്ചി ഇങ്ങനെ തന്നെ ആയിരുന്നു. ആരെയും സഹായിക്കാൻ ഒരു മടിയുമില്ലായിരുന്നു. പിന്നെ ഷേർലി അറിഞ്ഞ എൻ്റെ ഈ ആഗ്രഹം നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ കാര്യം കുട്ടനോട് പോലും പറഞ്ഞിട്ടില്ല. എനിക്കിനി ഒരു യാത്ര പോകണം. എങ്ങോട്ടാ മോനെ? ഞാനും വെച്ചാലും കൂടെ വരട്ടെ? വേണ്ട, ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഒറ്റയ്ക്ക് പോയാലേ ശരിയാകത്തുള്ളൂ. എന്താ മോനെ നിന്റെ വിഷമം? പറ. ഒന്നുമില്ല, ഒന്നുമില്ല. എനിക്ക് പ്രിയപ്പെട്ടവരെ, ഞാൻ പോവുകയാണ് എൻ്റെ ചാച്ചൻ്റെ അമ്മച്ചിയുടെ അടുത്തേക്ക്. ആരും പരസ്പരം പഴിചാരുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത്. അതെനിക്കിഷ്ടമല്ല. കാരണം ഇത് ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഈ ആയുസ്സിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത ഞാൻ ആർക്കും ഒരു ഭാരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ചുറ്റുമുള്ള കട്ടപിടിച്ച ഇരുട്ടിൻ്റെയും ഏകാന്തതയുടെയും ഘനം കൂടിക്കൂടി വരികയാണ്. ഇനി എനിക്ക് താങ്ങാനാവില്ല.